തഞ്ചാവൂരിൻ്റെ ഒരു മുഴുവൻ വീഡിയോ നമ്മുടെ ചാനൽ ഉണ്ടാവും. നമ്മളിപ്പോൾ തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ ബൃഹദേശ്വര ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു ലൊക്കേഷൻ പറയണത് ഇവിടെ ഒരു മറാത്ത പാലസ് ആണ്. തഞ്ചാവൂരുള്ള മറാത്ത പാലസ്. അപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡൾട്ട്സിന് 200 രൂപ. എത്രടാ ടിക്കറ്റ്? 100. രണ്ടാൾക്ക് 100 രൂപയാണ്. ഇവിടെ ബോർഡ് ഏതോ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉണ്ട് റേറ്റ്. അഡൾട്ട്സ് ഇന്ത്യൻസിന് 50. ഇത് ഫോറിനേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഇവിടെ ഇന്ത്യൻസിന് അഡൾട്ട്സിന് 50, കുട്ടികൾക്ക് 20 രൂപ. നമ്മളൊന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ മറാത്ത പാലസിന്റെ ഫ്രണ്ട് എൻട്രൻസിലേക്ക് വന്നിട്ടുണ്ട്. അതെ, ദിസ് ഇസ് മറാത്ത പാലസ് എൻട്രൻസ്. നമ്മുടെ അതിന് ഫ്രണ്ടിൽ വേറൊരു ഏരിയ ഉണ്ട്, അവിടെ വർക്ക് എടുക്കുമ്പോൾ നമ്മളൊന്ന് ചുറ്റാണ്. ഇതാണ് അതിന് എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ കയറണം. ഇവിടെ പാലസിനകത്ത് തന്നെ ഒരുപാട് ദൈവത്തിന്റെ ശില്പങ്ങളെ ഓരോ ഭാഗത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ശില്പം, അവിടെ ഒരു ദൈവത്തിന്റെ ശില്പം, കുറെ വിഗ്രഹങ്ങളുണ്ട് ഇവിടെ ദൈവത്തിന്റെ. പിന്നെ വേറെ എവിടേക്കൊക്കെയോ ശില്പങ്ങളും. നമുക്കിവിടെ തഞ്ചാവൂർ പാലസിന്റെ ഉൾവശം പുറത്തെത്തുമ്പോൾ ചുറ്റി ഞാൻ കാണിച്ചു. രൂപത്തിലുള്ള സാധനം എല്ലാവരെയും പറഞ്ഞത്. ഇതിൽ പാസ് ചെയ്തപ്പോഴാണ് ഒരു വിഗ്രഹം കണ്ടത്, ഒരു ശില്പം. ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കും ആരെങ്കിലും? എനിക്കറിയാൻ പാടില്ല. ഇതിനകത്ത് കയറിയ പണ്ട് മഹാശില്പികൾ ഉണ്ടാക്കി വെച്ച കുറെ ശില്പങ്ങളുണ്ട് ഇവിടെ. ഇത് ചെറിയൊരു പാലസ്, തട്ടിക്കൂട്ട് പാലസ്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വന്നാൽ ടൈം ഉണ്ടെങ്കിൽ ഈ പാലസ് ഒന്ന് കണ്ടിട്ട് പോവുക. പിന്നെ ഈ വിഗ്രഹങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതും കണ്ടിട്ട് പോകാനുണ്ട്. പിന്നെ പാലസിനകത്തിന്റെ നായക്കർ ദർബാർ ഹാൾ, ബോൺസ് ഇമേജസ് നോക്കാം, വെങ്കല പ്രതിമകളൊക്കെ നോക്കാം. ഇവിടെയും മെയിനായിട്ട് ഈ ശില്പങ്ങള്, പ്രതിമകള്. പക്ഷെ ഇതിനകത്തൊരു വേറെ സെപ്പറേറ്റ് സാധനം കിട്ടും, കൺസെപ്റ്റ്. ഇദ്ദേഹത്തിന്റെ പാലസാന്ന് തോന്നുന്നു, രാജ സർഫോജി. നമസ്കാരം. പാലസിന്റെ അവിടെ സ്റ്റെപ്പ് എടുത്ത് കയറി ഫസ്റ്റ് കഴിഞ്ഞാല് ഈ ഫോട്ടോ കാണുന്നുണ്ട് ഇവിടെ 1790 പാലസിന്റെ എൻട്രൻസ്. പിന്നെ നമുക്കിത് ഇവിടെ എന്തൊക്കെയോ ഒരു അസ്ഥി ഉണ്ട് കേട്ടോ, ഭയങ്കര ഭീമാകാരമായിട്ടുള്ള അസ്ഥി കൂടെ. ഓക്കെ, അയ്യോ ഇതിന് എളുപ്പല്ലേ? അതെന്തിന്റെ അസ്ഥി കൂടാ? മരക്കഷ്ണം. പിന്നങ്കലത്തിന്റെ അസ്ഥിയാന്നാ പറയുന്നത്. നമ്മളിപ്പോ പാലസിന് പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഉച്ച സമയമായി. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ തഞ്ചാവൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ള തേവർസ് ബിരിയാണി എന്നാണ് ഫുഡ് കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ചോദിച്ചാലും അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്നത്. ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ 230 രൂപയാണ്. തഞ്ചാവൂർ വന്നു കഴിഞ്ഞാലേ ഫുഡ് എന്ന് പറഞ്ഞ ഒരു മേജർ കട കേട്ടോ. ഈ തഞ്ചാവൂർ അങ്ങനെ ഫുഡ് കിട്ടുന്ന കട
വളരെ കുറവാണ്. 1-2 കട മാത്രമേ നമുക്ക് ഫുഡ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അതിലിപ്പോ ഞങ്ങളിപ്പോ വന്നിട്ട് കേറിയിട്ടുള്ളതും ടേബർ ബിരിയാണി ഇറങ്ങാണ്ട് ഒരു സീറ്റിംഗിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നീപ്പിച്ചിടുക, ഓരോ ആൾക്കാരെ ഇരുത്തുക, അങ്ങനത്തെ ഒരു സ്വഭാവം. ഒരു മുട്ട ഉണ്ടാണ് എന്നാ മണ്ടയ്ക്ക് കൊടുക്കണ്ടായിരുന്നു. വെറുതെ വന്ന് ചൊറിയ, അവിടെ നിന്ന് നീപ്പിച്ചിടുക, മോശമാണ്, ഭയങ്കര മോശമാണ്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഫുഡ് കഴിക്കല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ പിന്നെ പാലസ് പെട്ടെന്ന് കണ്ടു വെച്ചിട്ടേ പെട്ടെന്ന് തന്നെ അടുത്ത ലൊക്കേഷൻ കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ തഞ്ചാവൂരിലെ പഴയ പുരാതന സാധന സാമഗ്രികൾ, ആന്റിക്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് തഞ്ചാവൂരിലുള്ള തഞ്ചാവൂർ മ്യൂസിയത്തിലെത്തി. ഇതിനുള്ളിൽ ഇനി ക്യാമറ അലൗഡ് ആണോന്ന് അറിയത്തില്ല, ഉള്ളിൽ കയറി നോക്കിയിട്ട് പറയാം. നമ്മളേ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ മ്യൂസിയത്തിനകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റൂല, വീഡിയോഗ്രാഫി പറ്റൂല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളത് സമയം വേസ്റ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ മ്യൂസിയത്തിൽ വന്ന് വെറുതെ പൈസ സമയം കളയാൻ നിൽക്കണ്ട. ഇവിടെ അതിന് മാത്രം കാണാനായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല. കുറച്ച് പഴയ ഇരുമ്പും തുരുമ്പും അവിടെ എടുത്തിട്ടില്ല, പിന്നെ കുറച്ച് പാത്രവും അതും ഇതും, പിന്നെ കുറച്ച് മാക്സി തുണി മുറിച്ചാണ്ട് വെച്ചിരിക്കുക. ഇതൊക്കെ തന്നെ ഉള്ളൂ. അവിടെ വേറൊന്നും കാണാനല്ല. നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. ആ സമയം കൊണ്ട് വേറെ ഏതെങ്കിലും ലൊക്കേഷൻ നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നൈറ്റ് നമ്മളെ പെരിയക്കോവിൽ പോകുന്നുണ്ട്. അപ്പോ ബാക്കി പെരിയക്കോവില് നൈറ്റുള്ള വിഷ്വൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ, നൈറ്റിലെ കാഴ്ചക്കാരൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പെരിയക്കോവിലേക്കാണ് പോകുന്നത്, ബൃഹദേശ്വര ടെമ്പിളിലോട്ട്. അവിടെ നൈറ്റ് നല്ല വൈബായിരിക്കും, കാരണം ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം അവിടെ ഉള്ള വൈബ് എത്രത്തോളം മാച്ച് ആവുന്നുണ്ട്. മുല്ലപ്പൂവിന്റെ തന്നെയാണ് അവിടെ മുല്ലപ്പൂവിന്റെ സ്മെല്ലും കൂടെ. ഞാനിപ്പോ തഞ്ചാവൂർ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടൊരു തഞ്ചാവൂരിന്റെ ഒരു സുവനീർ വാങ്ങിയിട്ടുണ്ട്, 100 രൂപ. ഈ സാധനമാണ് നേരെ നമ്മുടെ ഫ്രിഡ്ജിന്റെ മാഗ്നറ്റിൽ വെച്ച് അവിടെ ഒട്ടിക്കാം. 100 രൂപ. നമ്മളിപ്പോ നടന്ന് നമ്മള് ഹോട്ടലില് റൂമിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് നമ്മള് ക്ഷേത്രം വരെ നടന്നിട്ട് തന്നെ കേട്ടോ പോകുന്നത്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ അതേ വേറെ ഓട്ടോ വിളിച്ച് അതിന് 100 രൂപ കൊടുക്കുന്നത് വിചാരിച്ചു. അതേ നമ്മുടെ ക്ഷേത്രം ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. ഞാൻ അരിമത്തത്തിൽ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ ടെമ്പിളിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. സോ അടിപൊളി നൈറ്റ്. ഈ ലൈറ്റും കാര്യങ്ങളിട്ടേ നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് ലൈറ്റ് അടിക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, നമുക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഇങ്ങനെ വൈബ് പെർഫെക്റ്റ്ലി മാച്ച് ആയിട്ടുണ്ട്. രാത്രിയില് തഞ്ചാവൂരുള്ള ഈ ബൃഹദേശ്വർ ക്ഷേത്രത്തിലുണ്ടല്ലോ, ഭയങ്കര കാമാണ്. ഭയങ്കര ഒരു റിലാക്സേഷൻ ആട്ടോ നമ്മൾ ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ബ്രീസ്, നല്ലൊരു തണുത്ത കാറ്റ് നമുക്ക് ഈ സമയത്തൂടെ അടിക്കുന്നുണ്ടോ, ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സോ കാം ഹിയർ, നല്ല കാമാണ്. പിന്നെ 4:30 തൊട്ട് 8:30 വരെ ഇവിടെ ദർശനം ഓപ്പൺ ആണ്. അതുപോലെ രാവിലെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ 4:30 തൊട്ട് 12:30 വരെയും ഇവിടെ ദർശനമുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിനുള്ളിൽ കോമ്പൗണ്ടിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് ഇത് കാണാൻ മാത്രം, അഥവാ ഈ ഒരു ക്ഷേത്രം കാണാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഈ ക്ഷേത്രത്തിന്റെ ഇത്രയും വലിയൊരു ഗോപുരമാണല്ലോ ഇത്. അതില് ഓരോ ഗോപുരത്തിന്റെയും എത്ര പ്രാക്കളായിരിക്കുന്നുണ്ടല്ലോ. ഓരോരോ ഗോപുരത്തിന്റെയും ഒരുപാട് പ്രാക്കള് മൊത്തത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഞാനിപ്പോ ക്ഷേത്രത്തിന്റെ ഒരു സൈഡിലേ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. എന്റെ കൂടെ വന്നവർ തന്നെ അകത്തോട്ട് തൊഴാൻ കയറിയിട്ടുണ്ട്. ഹോണസ്റ്റ്ലി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാണ്ടല്ലോ, നല്ല കാമാണ്, റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ കാറ്റും കൊണ്ട്
ഇത്രയും വലിയ ആ ഒരു ക്ഷേത്രം നമ്മൾ ഇങ്ങനെ ഈ വെളിച്ചം ഈ ലൈറ്റിന്റെ വെട്ടത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ കാണുമ്പോൾ ഇത് ഭംഗിയാണ്. അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. വൈബ് 100% മാച്ചിങ് ആട്ടോ. നിങ്ങൾ തഞ്ചാവൂർക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പകൽ വെളിച്ചത്തിൽ മാത്രമല്ല, രാത്രി ഈ ലൈറ്റിങ്ങിലും ഈ ക്ഷേത്രം മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര Day 1 ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് തഞ്ചാവൂർ. ഇനി അടുത്തത് ഞങ്ങൾ കുംഭകോണം, ധാരാസുരം ആ ഏരിയ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി കാത്തിരുന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, ബൈ.